യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ്. സന്തോഷമായിട്ടിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കാൻ ഈ ദിവസം ഒരുങ്ങുമ്പോൾ, ഓരോ ദിവസത്തെയും ദൈവവചനം നമ്മുടെ ജീവിതം കുറച്ചുകൂടെ കരുത്താർജിക്കാൻ, അനുഗ്രഹമാകുവാൻ അത് കാരണമാകും. ദൈവം നമ്മെ കൈപിടിച്ചു നടത്തുന്ന അനുഭവങ്ങൾ ശക്തമായി ഉണ്ടാകും. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളും മാറാൻ പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ജോലി മേഖലയിലെ പ്രയാസങ്ങൾ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികൾ, ജോലിയിൽ പ്രമോഷനില്ല, നല്ലൊരു ജോലിയില്ല, ജോലിയിലൊന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്, ജോലി സ്ഥിരപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികൾ, നല്ലൊരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, ചെയ്തവർ, ജോലി പോകുമോ എന്ന ഭയം ഉള്ളിലുള്ളവർ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളെ വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. വെള്ളമൊഴിച്ച് തണുപ്പിക്കുക, ചുട്ടു പഴുത്തിരിക്കുന്ന ഒരു കാര്യത്തെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കാറുണ്ട്. നമ്മളും പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ചുട്ടുപഴുത്ത അവസ്ഥയിലാണ്. ചുട്ടുപഴുത്തൊരവസ്ഥയിലാണ്. വെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്നത് പോലെ ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്, അത് ജീവിതം ഒന്ന് തണുക്കാൻ, ഒന്ന് ശാന്തമാകാൻ, സ്വസ്ഥമാകാൻ, കുറച്ചുകൂടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ അതൊക്കെ കാരണമാവും. അതിനൊക്കെ അത് വഴിതെളിക്കും. നമ്മളിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കത് പരിഹാരമായി മാറട്ടെ. ജീവിതത്തിനതൊരു വഴിത്തിരിവായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അതൊരു അനുഗ്രഹത്തിൻ്റെ തീനാളമായി ഇറങ്ങിച്ചെല്ലാൻ അത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരൊക്കെയാണ് ഈ വചനം കേൾക്കുന്നത്? വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 17-18 വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. ശ്രദ്ധയോടെ ഈ വചനം പാതി മയക്കത്തിലോ ഉറക്കത്തിലോ കേൾക്കാതെ ഇത് ശ്രദ്ധയോടെ കേൾക്കാൻ, മനസ്സിരുത്തി ശ്രദ്ധിക്കാനിടയാകട്ടെ. പ്രഭാഷകൻ 34-17-18 വാക്യങ്ങൾ. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. ആരുടെ? ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. 19-ാമത്തെ വാക്യം. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം കടാക്ഷിക്കുന്നു. ദൈവവചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്നെന്ത് പ്രയാസം, പ്രതിസന്ധി, വെല്ലുവിളി, ഭയങ്കര പ്രയാസം എന്തുണ്ടേലും ദൈവത്തെയാണോ നിങ്ങൾ സ്നേഹിച്ചത്? ദൈവവചനത്തെയാണോ നിങ്ങൾ സ്നേഹിച്ചത്? ദൈവം നിങ്ങളെ കടാക്ഷിക്കും. ദൈവം നിങ്ങളെ കടാക്ഷിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ചാൽ അടുത്തത് മുഴുവൻ അനുഗ്രഹമാണ്. അവിടുന്ന് ശക്തമായ സംരക്ഷണവും
ഉറപ്പുള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നിലധികമാണ്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾക്കൊരനുഭവമാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ശക്തമായ സംരക്ഷണം കൊടുക്കും. ദൈവവചനം കേൾക്കുന്ന, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, ദൈവവചനം സ്വീകരിക്കുന്ന നമുക്ക് ദൈവം നൽകുന്ന ഒരു സംരക്ഷണമുണ്ട്. നമ്മുടെ കുടുംബത്തിന്, തലമുറകൾക്ക്, ആരോഗ്യത്തിന്, ഭാവി ജീവിതത്തിന് ദൈവം നൽകുന്ന സംരക്ഷണമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം കടാക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ദൈവം ഉറപ്പുള്ള ഒരു താങ്ങെന്ന് മാത്രമല്ല, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവേലിൽ തണലും. ചുടുകാറ്റ് പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വായിക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു സാധാരണ വാക്കായിട്ട് അങ്ങ് തോന്നും. ചുടുകാറ്റ് മനുഷ്യൻ്റെ ശരീരത്തെ പൊള്ളിക്കുന്ന, അപകടം വരുത്തുന്ന ഒന്നാണ്. ആ ചുടുകാറ്റിൽ ഒരു ദോഷവും ഒരസ്വസ്ഥതയും ഒരു പരിക്കും വരാതെ ദൈവം അഭയകേന്ദ്രമായി മാറും. പ്രശ്നങ്ങളുടെ ചുടുകാറ്റിലൂടെ അനുഭവിച്ച് കടന്നു പോകുന്നവരുണ്ട്. രോഗത്തിൻ്റെ ചുടുകാറ്റ്, സാമ്പത്തിക പ്രതിസന്ധിയുടെ ചുടുകാറ്റ്. ഒരു ജോലിയില്ലല്ലോ, ഒരു സ്വസ്ഥതയില്ലല്ലോ, ഒരു സമാധാനമില്ലല്ലോ, ഒരു കാര്യത്തിന് ഒരു തീരുമാനമാകുന്നില്ലല്ലോ. എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ ആകെ തകർന്നുകൊണ്ടിരിക്കുന്നത്, കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരെയും സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വെല്ലുവിളികൾ അവരുടെ നേരെ വീശിയടിക്കുന്ന ചുടുകാറ്റാണ്, അല്ലെങ്കിൽ പൊരിവെയിലിന് തുല്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ഒരു ഉറപ്പുണ്ട്. എത്ര വലിയ ചുടുകാറ്റടിച്ചാലും ദൈവം നിനക്ക് അഭയകേന്ദ്രമായിരിക്കും. പൊരിവെയിലിൽ തണൽ. പൊരിവെയിലിൽ നല്ല വെയിലുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പം ഒരു തണൽ നമുക്ക് എന്തേറെ ആശ്വാസം നൽകുന്ന ഒന്നെന്നറിയോ? തണൽ. ഒരു തണൽ മരം, നമുക്കത് ഭയങ്കര സന്തോഷമാണ്. പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. ഇതൊക്കെ ആർക്കാണ് ലഭിക്കുക? ഇതാർക്കാ? തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവർക്ക് ആ ദൈവം കൊടുക്കുന്ന ഉറപ്പുള്ള, ബലമുള്ള വാഗ്ദത്തങ്ങളാണിത്. കേവലം ഒരു വാക്കു മാത്രമല്ല, ഇത് ഉറപ്പുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എനിക്കും നിങ്ങൾക്കും ഈ അനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ. ഉറപ്പുള്ള ഒരു താങ്ങ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുക. പല പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പോലെ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തെടുക്കും, ശമ്പളം വളരെ കുറവ്. പല കാര്യങ്ങളിൽ മനോദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. വേലക്കാരനെ പോലെ അല്ലെങ്കിൽ അടിമയെപ്പോലെ ജോലി ചെയ്യുന്നവരുണ്ട്. ജോലി മേഖലയിലെ, തൊഴിൽ മേഖലയിലെ എല്ലാ പ്രയാസങ്ങളുടെ മേലും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകാൻ, മനുഷ്യൻ്റെ കരമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പ്രാർത്ഥിക്കുവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് ഞങ്ങൾ ഈ ആലയത്തിലെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെയുള്ള ആ നേർച്ചയെ ഓർക്കുവാണ്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആളുകളുണ്ട്. കൽക്കുരിശിൽ എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആരെല്ലാമാണോ ഈ നാളുകൾ വരെ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ചില നിയോഗങ്ങളോടെ, ആവശ്യബോധത്തോടെ, വിശ്വാസത്തോടെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചത്,
അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ ഉറപ്പ്, ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിഞ്ഞ വ്യക്തികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ദൈവം ഞങ്ങളെ കൈ പിടിച്ച് തന്നെയാണ് നടത്തുന്നത്, അതേപോലെ സാക്ഷ്യം പറഞ്ഞവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നല്ല ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, കൂട്ടായ്മകളിൽ, മക്കളിൽ, ജീവിത പങ്കാളിയിൽ, വീടിരിക്കുന്ന സ്ഥലത്ത് ദൈവീകമായ സംരക്ഷണമുണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികൾ, വഞ്ചനകൾ, നിരാശയിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം ഇന്ന് വചനത്തിൽ പറഞ്ഞ ചുടുകാറ്റിൽ അഭയകേന്ദ്രം എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്ന് ഓരോ ദൈവ മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ആദ്യമായ ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്നവർക്കാണ്. ഈ അടുത്ത കാലത്ത് ഈ ശുശ്രൂഷകളെക്കുറിച്ച് അറിഞ്ഞവരുണ്ടാകും, കാലങ്ങളായി അറിഞ്ഞവരുണ്ടാകാം. ഈ ശുശ്രൂഷ കാണാത്തവരുണ്ട്, കേൾക്കാത്തവരുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. എല്ലാവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് ഈ വചനത്തിലൂടെ ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും വരത്തില്ല. കാരണം ദൈവം ഉറപ്പുള്ള ഒരു താങ്ങായി കൂടെയുണ്ട്. ചുടുകാറ്റിൽ അഭയകേന്ദ്രമായിട്ടുണ്ട്, വെയിലത്ത് തണലായിട്ടുണ്ട്. കാരണം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളെ അനുഗ്രഹിച്ചങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കതൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നദ്ധിയിൽ ഈ വചനം കേൾക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇന്നിവിടെ ആരാധനയും പ്രാർത്ഥനയും ഇന്നും നാളെയും ഉള്ള ദിവസമാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. നാളെ ഒരുമിച്ച് 5:30 ആ വചനം കേൾക്കാൻ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ, കേൾക്കുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.